ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിംസ്ലി. സോ നമ്മൾ Gpat പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഫാർമക്കോളജിയിലാണ് തുടങ്ങാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ജനറൽ ഫാർമക്കോളജി. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ തിയറി പോർഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം MCQs ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് MCQന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ജനറൽ ഫാർമക്കോളജി. So, branch of science that deal with the study of drug and their action in the body. അതല്ലേ ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫാർമക്കോളജി 4th, 5th, 6th സെമ്മിലൊക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ. സോ നിങ്ങൾക്ക് എന്താ ഫാർമക്കോളജി എന്ന് അറിയാം. ദാറ്റ് ഈസ് ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽ വിത്ത് ദ സ്റ്റഡി ഓഫ് ഡ്രഗ്, അല്ലേ? ഡ്രഗിനെ കുറിച്ച് സ്റ്റഡിയാണ് ആൻഡ് ദ ആക്ഷൻ ഇൻ ദ ബോഡി. സോ ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ് ഫ്രം എ ഫ്രഞ്ച് വേർഡ്. എന്താണ്? ഡ്രോഗ് എന്ന് പറഞ്ഞ വേർഡാണ് ഡ്രഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ അതിനർത്ഥം എന്താണ്? ഹേർബ് എന്നാണ് അർത്ഥം. ഇനി എന്തൊക്കെയാണ് ഫാർമക്കോളജിയിൽ? ഫാർമക്കോ കൈനറ്റിക്സ് വരുന്നുണ്ട് ആൻഡ് ഫാർമക്കോ ഡൈനാമിക്സ് വരുന്നുണ്ട്. സോ ഫാർമക്കോ കൈനറ്റിക്സ് പറയുമ്പം വാട്ട് ബോഡി ഡസ് ടു ദ ഡ്രഗ്. ഓക്കെ, എന്താണ് ബോഡി ഡ്രഗിനെ ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് ഫാർമക്കോ ഡൈനാമിക് മീൻസ് വാട്ട് ഡ്രഗ് ഡസ് ടു ദ ബോഡി. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ 4th സെമ്മിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? എന്താണ് ഫാർമക്കോ കൈനറ്റിക്സ്, എന്താണ് ഫാർമക്കോ ഡൈനാമിക്സ്. സോ നമുക്കിനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ക്ലിനിക്കൽ ഫാർമക്കോളജി. ഓക്കെ, ക്ലിനിക്കൽ ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡ്രഗ് ഓൺ ഹ്യൂമൻ ബോഡി, അല്ലേ? സോ എന്താണ് ഒരു ഡ്രഗ് എങ്ങനെയാണ് ഹ്യൂമൻ ബോഡിയിൽ ആക്ട് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഫാർമക്കോളജിയോട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് സയൻസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ്. ഒരു ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാർമക്കോ തെറാപ്യൂട്ടിക്സ്. ഓക്കെ, അടുത്തത് ഫാർമക്കോ ജെനറ്റിക്സ്. എന്താ ജെനറ്റിക്സ് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് ജെനറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഡ്രഗ് റെസ്പോൺസ്. ഓക്കെ, ജെനറ്റിക്കലി ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ് ഡ്രഗിൻ്റെ റെസ്പോൺസിൽ, എങ്ങനെയാണ് ഡ്രഗിൽ ജെനറ്റിക്കലി ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് വരുന്നുള്ള കാര്യങ്ങളാണ് ഫാർമക്കോ ജെനറ്റിക്സ് പറഞ്ഞത്. ഓക്കെ, ഫാർമക്കോ ജിനോമിക്സ്. യൂസ് ഓഫ് ജെനറ്റിക് ഇൻഫർമേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടു ഗൈഡ് ഡ്രഗ് ചോയ്സ് ഫോർ ട്രീറ്റ്മെൻറ്റ്. അതായത് നമ്മളിപ്പോൾ ജെനറ്റിക് ഇൻഫർമേഷൻ നോക്കിയിട്ടായിരിക്കും ഒരാൾക്ക് നമ്മൾ ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലേ? സോ ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നതാണ് ഫാർമക്കോ ജിനോമിക്സ്. ഇനി ഫാർമക്കോ എപ്പിഡമോളജി. ഡ്രഗ് ഇഫക്റ്റ് സ്റ്റഡി ഓൺ എ ഹ്യൂജ് പോപ്പുലേഷൻ. ഒക്കെ എപ്പിഡമോളജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹ്യൂജ് പോപ്പുലേഷനിൽ. ഓക്കെ, എപ്പിഡമോളജി മീൻസ് ഹ്യൂജ് പോപ്പുലേഷൻ സ്റ്റഡിയാണ് ഡ്രഗിൻ്റെ. ഇനി ഫാർമക്കോ എക്കണോമിക്സ് പറയുമ്പോൾ എന്തായിരിക്കും? എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ്, അല്ലേ? ഓക്കെ, അപ്പോൾ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഡ്രഗ് യൂസ് തെറാപ്യൂട്ടിക്കലി. ഓക്കെ, അത് ടോക്സിക്കോളജി. എന്താണ്? അഡ്വേഴ്സ് ഇഫക്റ്റിൻ്റെ സ്റ്റഡി. നെക്സ്റ്റ് ആണ് കീമോതെറാപ്പി, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഓക്കെ, ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതേപോലെ തന്നെ ക്യാൻസർ യൂസിങ് സർട്ടൻ കെമിക്കൽ ദാറ്റ് ആർ നോട്ട് ഹാംഫുൾ ടു ഹോസ്റ്റ് സെൽ. അതാണ് കീമോതെറാപ്പി. സോ ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡ്രഗ് കാറ്റഗറീസ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്? ഫസ്റ്റ് വൺ ഇസ് ഓർഫൻ ഡ്രഗ്. സോ വിച്ച് മീൻസ് ഡ്രഗ് യൂസ്ഡ് ഫോർ റെയർ ഡിസീസ്. റെയർ ഡിസീസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ് നമ്മൾ ഓർഫൻ ഡ്രഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് OTC ഡ്രഗ്. ഡ്രഗ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ ഡ്രഗ്സിനെയൊക്കെയാണ് നമ്മൾ OTC, ഓവർ ദ കൗണ്ടർ ഡ്രഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്. സോ ഓൺലി ഡിസ്പെൻസ്ഡ് ഇഫ് റെക്കമെൻഡഡ് ബൈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. അതായത് ഒരു RMP, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുള്ളൂ. സോ അങ്ങനത്തെ ഡ്രഗാണ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്. ഫോർ എക്സാമ്പിൾ ആൻറ്റിബയോട്ടിക്. ഇനി എസെൻഷ്യൽ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് ദാറ്റ് ആർ നീഡഡ് ഫോർ പ്രയോറിറ്റി ഹെൽത്ത് കെയർ ഫോർ ഓൾ ഇൻഡിവിജ്വൽ. അതായത് നമുക്ക് എന്താണ് ഒരു പോപ്പുലേഷനിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രഗ്സ് ഉണ്ടായിരിക്കില്ലേ? ആ പോപ്പുലേഷനിൽ നമുക്ക് എന്തായാലും ആ ഒരു ഡ്രഗ്സ് വേണം എന്നുള്ള ഡ്രഗ്സിനെയാണ് നമ്മൾ എസെൻഷ്യൽ ഡ്രഗ് എന്ന് പറയുന്നത്. അതായത് അത് ഈസിലി അവൈലബിൾ ആയിരിക്കും, സേഫ് ആയിരിക്കും, എഫിക്കസ് ആയിരിക്കും. ഇനി അത് മെയിൻലി 25 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ പ്രസന്റ് ആയിരിക്കാം. ഇനി നേരത്തെ പറഞ്ഞ ഓർഫൻ ഡ്രഗ് ഇല്ലേ? ഓർഫൻ ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡ്രഗ് യൂസ്ഡ് ഫോർ റെയർ ഡിസീസ്. അപ്പോൾ അതിനെ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾ നോക്കി വെക്കണം. എന്തൊക്കെയാണ്? ഫോമിപ്പിസോൾ, ആംഫോടെറിസിൻ B, റിഫാബ്യൂട്ടിൻ, സൊമാട്രോപ്പിൻ, സോഡിയം നൈട്രൈറ്റ്, ഡിഗോസിൻ AB ആൻഡ് ലിയോത്രിയോണിൻ. സോ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്തായാലും നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡ്രഗ് നോമൻക്ലേച്ചർ. സോ അതിൽ ഫസ്റ്റ് വൺ ഇസ് പ്രൊപ്രിയേറ്ററി നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം ഓർ ട്രേഡ് നെയിം. സോ എന്താണ് പ്രൊപ്രിയേറ്ററി നെയിം എന്ന് പറഞ്ഞാൽ? അതായത് നെയിം അസൈൻഡ് ബൈ മാനുഫാക്ചറർ ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോളോ 650. ഓക്കെ, അപ്പോൾ ജനറിക് നെയിം ഓർ അപ്രൂവ്ഡ് നെയിം ഓർ നോൺ പ്രൊപ്രിയേറ്ററി നെയിം എന്ന് പറഞ്ഞാൽ അപ്രൂവ്ഡ് ബൈ സുപ്രീം അതോറിറ്റി. അതായത് USAN. അതായത് എന്താണ്? ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ് അഡാപ്റ്റഡ് നെയിമാണ്. വിച്ച് മീൻസ് പാരസിറ്റമോൾ. ഒക്കെ ഇപ്പം ഡോളോ എന്നുള്ള നെയിം വരുന്നത് എന്താണ്? അത്
എന്ത് നെയിമാണ്? പ്രൊപ്രിയേറ്ററി അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമാണ്. ഓക്കെ, അതായത് മാനുഫാക്ചറർ കൊടുക്കുന്ന നെയിം. പക്ഷെ ജനറിക് നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ജനറിക് നെയിം പറഞ്ഞ് നമുക്ക് എല്ലാ ആൾക്കാർക്കും, ഓക്കെ, ഇപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ് അഡോപ്റ്റഡ് നെയിമാണ്. സോ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പാരസിറ്റമോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാ സ്റ്റേറ്റ്സിലും എല്ലാ കൺട്രിയിൽ പോലും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അതിന് ജനറിക് നെയിം എന്ന് പറഞ്ഞത്. അത് എന്താണ്? അപ്രൂവ്ഡ് നെയിമാണ്. ഓക്കെ, ഇനി അടുത്തതാണ് കെമിക്കൽ നെയിം. സോ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ നെയിം അസൈൻഡ് ബൈ മാനുഫാക്ചറർ. സോ അതായത് ഇപ്പോൾ പാരസിറ്റമോൾ വരികയാണെങ്കിൽ എൻ എസറ്റൈൽ പി പാരാമിനോഫീനോൾ ആണ്. ഓക്കെ, സോ അതാണ് കെമിക്കൽ നെയിം വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. സോ ഫിസിക്കൽ റൂട്ട്. സോ അതിന് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടി ഓർ ഡ്രഗിൻ്റെ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? പേഷ്യൻ്റെ സിറ്റുവേഷൻ. ഓക്കെ, പേഷ്യൻറ്റിന് ഇപ്പം അൺകോൺഷ്യസ് പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഓറലി കൊടുക്കാൻ പറ്റില്ല അല്ലേ. സോ ആ സമയത്ത് നമ്മൾ ഇൻട്രാവീനസ് ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക. സോ അങ്ങനെ പേഷ്യൻ്റെ സിറ്റുവേഷൻ, പിന്നെ എന്തിനു വേണ്ടി നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഒരു പേഷ്യൻ്റ് ഏജ്, ചെറിയ കുട്ടികളാണോ അല്ലെങ്കിൽ അഡൽട്ട് ആണോ എൽഡർലി പേഴ്സൺ ആണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് പാസ് മെറ്റബോളിസം. ഓക്കെ, പിന്നെ അക്യുറസി. ഇനി സോ 2 ടൈപ്പ് വരുന്നുണ്ട്. ലോക്കലും ഉണ്ട്, സിസ്റ്റമാറ്റിക് ഉണ്ട്. ലോക്കലിൽ വരുന്നതാണ് ടോപ്പിക്കൽ. ഓക്കെ, ടോപ്പിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ മുകൾ ഭാഗത്ത്, സ്കിന്നിൻ്റെ മുകൾ ഭാഗത്ത്. ഇനി ഡീപ്പർ ടിഷ്യൂ, അതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ ഇസ് ഇൻട്രാ ആർട്ടിക്കുലാർ. ആർട്ടിക്കുലാർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ജോയിൻസിൻ്റെ ഇടയിൽ അല്ലേ. ഓക്കെ, പിന്നെ ഇൻട്രാതീക്കൽ, അതായത് CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ അവിടെ. ഇനി ഇൻട്രാ ആർട്ടീരിയൽ, അതായത് ആർട്ടറീൻ്റെ അവിടെ വരുന്നത്. റിട്രോ ബൾബാർ. ഓക്കെ, റിട്രോ ബൾബാർ എന്ന് പറയുമ്പോൾ ഏത് പോർഷനാണ്? ഐ. ഓക്കെ, സോ നിങ്ങൾ ഈ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഇങ്ങനെ ആലോചിച്ച് തന്നെ ഇരുഭാഗമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, വേഗം തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ സിസ്റ്റമാറ്റിക്. സിസ്റ്റമാറ്റിക് വരുന്നതാണ്, അതിൽ ഇറ്റേണലും വരുന്നുണ്ട് ആൻഡ് പാരൻട്രലും വരുന്നുണ്ട്. ഇറ്റേണൽ വരുന്നതാണ് ഏതൊക്കെയാണ്? ഓറൽ വരുന്നതാണ് ഏതൊക്കെയാണ്? ഓറലായിട്ട് കൊടുക്കുന്ന ടാബ്ലറ്റ്, ക്യാപ്സ്യൂളൊക്കെ അല്ലേ. സബ്ലിംഗൽ ആണെങ്കിൽ എന്താണ്? ലോസെൻസസ്. ഓക്കെ, സബ്ലിംഗ്വൽ L, ലോസെൻസസ് L. ഓക്കെ, പിന്നെ ഇൻഹലേഷണൽ, റെക്ടൽ, അതേപോലെ തന്നെ ഇൻട്രാനേസൽ. പിന്നെ പാൻഡ്രൽ ആണെങ്കിൽ നമ്മൾ നീഡിൽ ആവശ്യമുണ്ട് പാൻഡ്രൽ കൊടുക്കുന്നതെങ്കിൽ. അപ്പോൾ അത് എക്സാമ്പിൾ വരുന്നതൊക്കെ IV, IM, ID, ട്രാൻസ്ഡെർമൽ ആൻഡ് SC, സബ്ക്യൂട്ടേനിയസ് ഒക്കെ. ഇനി ഇൻട്രാമസ്കുലർ ആകുമ്പോൾ അതാണ് ഏറ്റവും മോസ്റ്റ് പെയിൻഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രാമസ്കുലർ ആണ്. സോ അത് നമ്മൾ 90 ഡിഗ്രിയിലാണ് ആംഗിളിലാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിവിടെയാണ് മസിൽ വരുന്നത്. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 90 ഡിഗ്രിയിലാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് മോസ്റ്റ് പെയിൻഫുൾ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ സബ്ക്യൂട്ടേനിയസ്. സബ്ക്യൂട്ടേനിയസ് എന്ന് പറയുമ്പോൾ അത് 45 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. സോ എവിടെയാണ്? നമ്മൾ ഡെർമിസിലേക്കാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡെർമിസിലേക്ക് 45 ഡിഗ്രി. ഇനി ഇൻട്രാവീനസ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും 25 ഡിഗ്രിയിലാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ആൻഡ് ഇൻട്രാഡെർമൽ ആണെങ്കിൽ 10 to 15 ഡിഗ്രി. ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾ നോക്കാം. സോ ഇവിടെ കുറേ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഈ ഹൈലൈറ്റ് ചെയ്ത എക്സാമ്പിൾ മെയിനായിട്ട് പഠിക്കണം. ഓക്കെ, ഏതൊക്കെയാണ്? ആൻജിയോഗ്രഫിക്ക് വരുന്നതാണ് ഇൻട്രാ ആർട്ടീരിയൽ, പിന്നെ ആൻറ്റി ക്യാൻസർ ഡ്രഗും, ദെൻ സൈലോമെറ്റസോളിനാണെങ്കിൽ ഇൻട്രാനേസൽ, ഇൻസുലിൻ ആണെങ്കിൽ എന്തായിരിക്കും? സബ്ക്യൂട്ടേനിയസ് അല്ലേ. സബ്ക്യൂട്ടേനിയസ് ആണ് എത്ര ആംഗിൾ പറഞ്ഞത്? 45 ഡിഗ്രി. ഇനി BCG വാക്സിൻ ആണെങ്കിൽ ഇൻട്രാഡെർമൽ. സോ ഈ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് നിങ്ങൾ എന്തായാലും നോക്കി വെക്കാം. സോ നെക്സ്റ്റ് വൺ സോഴ്സ് ഓഫ് ഡ്രഗ് ഇൻഫർമേഷൻ. സോ സോഴ്സ് ഓഫ് ഡ്രഗ് ഇൻഫർമേഷൻ നിങ്ങൾ ഇപ്പം 7th സെമ്മിൽ ഒരുപാട് പഠിച്ചു അല്ലേ. എന്തൊക്കെ പ്രൈമറി സോഴ്സ് ഉണ്ട്, ടെറിഷറി സോഴ്സ് ഉണ്ട്, സെക്കൻഡറി സോഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഴ്സ് പഠിച്ചു. സോ ജസ്റ്റ് ഞങ്ങളുടെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്തൊക്കെയാണ്? ഫാർമക്കോപ്പിയാസ് വരുന്നുണ്ട്. ഇന്ത്യൻ ഫാർമക്കോപ്പിയ, ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയ. പിന്നെ എന്തൊക്കെയാണ്? നാഷണൽ ഫോർമുലറീസ് ഉണ്ട്, ഡ്രഗ് ജേർണൽസ് ഉണ്ട്, ഡാറ്റാബേസ് ഉണ്ട്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. നിങ്ങൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ സയൻറ്റിസ്റ്റ്. സോ ഫസ്റ്റ് വൺ ഇസ് ഫാദർ ഓഫ് ഫാർമക്കോളജി ആരാണ്? ഓസ്വാൾഡ് ഷ്മിഡേബർഗ്. ഓക്കെ, ആൻഡ് ഫാദർ ഓഫ് ഫാർമകോഗ്നോസി ഈസ്. ഇനി ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ഏതാണ്? പെനിൻസിലിൻ അല്ലേ. കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഫസ്റ്റ് ആൻറ്റിമൈക്രോബിയൽ ഏജൻറ്റ് ഏതാണ്? പ്രോണ്ടോസിൽ. ആൻഡ് ഫസ്റ്റ് പ്രോഡ്രഗ് ഏതാ? സൾഫോണമൈഡ്. ഇനി ഇൻസുലിൻ ആരാ കണ്ടുപിടിച്ചത്? ബെയ്റ്റിംഗ് ആൻഡ് ബെസ്റ്റ്. നെക്സ്റ്റ് ഫാദർ ഓഫ് കീമോതെറാപ്പി ആരാണ്? പോൾ എൽറിച്ച്. ആൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ ഫാർമക്കോളജി ഈസ് RN ചോപ്ര, അത് രാംനാഥ് ചോപ്ര. ഓക്കെ, ആൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ ഫാർമസി ഈസ് ML ഷ്രോഫ്. ഫാദർ ഓഫ് മെഡിസിൻ ഈസ് ഹിപ്പോക്രാറ്റസ്. ആൻഡ് ഫാദർ ഓഫ് സർജറി ഈസ് സുശ്രുത. ആൻഡ് ഫാദർ ഓഫ് മോഡേൺ ഫാർമക്കോളജി ഈസ് ജെയിംസ് ബ്ലാക്ക്. ഓക്കെ, now we can move on to next topic, that is pharmacokinetics. So kinetics എന്തായിരിക്കും? കൈനറ്റിക്സിൽ വരുന്നത് ADM അല്ലേ. അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ഫാർമക്കോകൈനറ്റിക്സിൽ വരുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഡ്രഗ് ട്രാൻസ്പോർട്ട്.
അതായത് സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷന് സെല്ലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രഗ് ട്രാൻസ്പോർട്ട് എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് വരുന്നത്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വരുന്നുണ്ട് അല്ലേ. അതെന്തായിരിക്കും, അതിന് റിക്വയർ എനർജി ആവശ്യമുണ്ട്. പാസീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ അവിടെ എനർജി ആവശ്യമില്ല. ഇനി ഫെസിലിറ്റേറ്റഡ് ആണെങ്കിലോ അവിടെ കരിയർ ആവശ്യമുണ്ട്, എനർജി ആവശ്യമില്ല പക്ഷേ കരിയർ ആവശ്യമുണ്ട്. ഫിൽട്രേഷൻ ആണെങ്കിൽ ഡയറക്ട്ലി ത്രൂ പോസിലൂടെ ആയിരിക്കും. ഇനി എൻഡോസൈറ്റോസ് ആണെങ്കിൽ എന്തായിരിക്കും, അത് 2 ടൈപ്പ് ഉണ്ട് അല്ലേ, ദാറ്റ് ഈസ് ഫാഗോസൈറ്റോസ് ആൻഡ് പീനോസൈറ്റോസിസ്, സെൽ ഡ്രിങ്കിങ് ആൻഡ് സെൽ ഈറ്റിങ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കണ്ടീഷൻ ഫോർ ഡ്രഗ് ടു ബി അബ്സോർബ്ഡ്. എന്തൊക്കെയാണ് കണ്ടീഷൻ ഡ്രഗ് അബ്സോർബ് ചെയ്യണമെങ്കിൽ? ഒന്ന് അൺഅയണൈസ്ഡ് ആയിരിക്കണം. ഓക്കെ, അൺഅയണൈസ്ഡ് ഡ്രഗാണ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുക ദെൻ അയണൈസ്ഡിൻ്റെ കാട്ടിയും. ഓക്കെ, അതേപോലെ തന്നെ ഡ്രഗ് അൺചേഞ്ച്ഡ് ആയിരിക്കണം. ഇനി ലിപ്പോഫിലിക് ആയിരിക്കണം. കാരണം എന്താണ്, നമ്മുടെ സെൽ മെംബ്രെയിനൊക്കെ എന്താണ്, ലിപ്പോയിഡൽ ഇൻ നേച്ചറാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ലിപ്പോഫിലിക് ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റൊമക് ഹാസ് എസിഡിക് പി എച്ച് ആണ്. സ്റ്റൊമക്കിൻ്റെ പി എച്ച് എന്നാൽ എസിഡിക് അല്ലേ. സ്റ്റൊമക്കിൽ എന്ത് പ്രസൻ്റ് ആണ്, HCl പ്രസൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റൊമക്കിൻ്റെ പി എച്ച് എസിഡിക് ആണ്. സോ വീക്ക്ലി എസിഡിക് ഡ്രഗ് ആർ അൺഅയണൈസ്ഡ്. ഓക്കെ, വീക്ക്ലി എസിഡിക് ആയ ഡ്രഗ് ഒക്കെ എന്തായിരിക്കും, അൺഅയണൈസ്ഡ് നേച്ചറിലായിരിക്കും പ്രസൻ്റ് ആയിരിക്കുക. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അത് ഈസിലി അബ്സോർബ് ചെയ്യും സ്റ്റൊമക്കിൽ. ഓക്കെ, ഇനി ഇൻഡസ്റ്റൈൻ്റെ കേസിലാണെങ്കിൽ അതെന്തായിരിക്കും, ബേസിക് പി എച്ച് ആണ് അല്ലേ. ഇൻഡസ്റ്റൈനിൽ പി എച്ച് ബേസിക് നേച്ചറാണ്. സോ അതെന്തായിരിക്കും, വീക്ക്ലി ബേസിക് ഡ്രഗ് അവിടെ അൺഅയണൈസ്ഡ് ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അവിടെ അബ്സോർപ്ഷൻ കൂടും. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അബ്സോർപ്ഷൻ? സോ എന്തൊക്കെയായിരിക്കും, ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ, പിന്നെ സർഫസ് ഏരിയ, എത്ര ഫുഡ് പ്രസൻ്റ് ആണെന്നുള്ളത്, സോലിബിലിറ്റി ആൻഡ് എംപ്റ്റി സ്റ്റൊമക് ആൻഡ് ഡ്രഗ് അയണൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബയോ അവൈലബിലിറ്റി. സോ വാട്ട് ഇസ് ബയോ അവൈലബിലിറ്റി? ഡ്രഗ് ബയോളജിക്കലി അവൈലബിൾ ഇൻ ബോഡി. എത്ര ഡ്രഗാണ് ബോഡിയിൽ ബയോളജിക്കലി അവൈലബിൾ ആവുന്നത്, അതിനാണ് നമ്മൾ ബയോ അവൈലബിലിറ്റി എന്നുകൊണ്ട് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്, ഏരിയ അണ്ടർ കേർവ് ബൈ ഏരിയ അണ്ടർ കേർവ് ഓഫ് IV. ഓക്കെ, ദറ്റ് ഇസ് ഏരിയ അണ്ടർ കേർവ് ഓഫ് ഡോസേജ് ഫോം. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഓറൽ ആണെങ്കിൽ ഓറൽ, ഏരിയ അണ്ടർ കേർവ് ഓഫ് ഓറൽ എന്ന് വരും ഇവിടെ. ഡോസേജ് ഫോം എന്ന് പറയുന്നത് ഓറൽ ആണെങ്കിൽ ഓറൽ, അല്ലെങ്കിൽ വേറെ റൂട്ട് ആണെങ്കിൽ അത് ഏരിയ അണ്ടർ കേർവ് ഓഫ് IV ഇൻറ്റു 100. സോ ഇവിടെ നമ്മൾ IV എന്ന് എടുക്കാൻ കാരണം എന്താണ്, IV ആണെങ്കിൽ അവിടെ 100% ബയോ അവൈലബിലിറ്റി ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് IV എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. സോ ഡ്രഗ് ഗിവൺ IV റൂട്ട് ആണെങ്കിൽ എന്തായിരിക്കും, 100% ബയോ അവൈലബിലിറ്റി ആയിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് ബയോ ഇക്വാലൻസ്. സോ ഡിഫറെൻറ്റ് കമ്പനി സെയിം ഡ്രഗ് മസ്റ്റ് ബി ബയോളജിക്കലി ഈക്വൽ. ഓക്കെ, അതായത് ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ സെയിം ഡ്രഗ് ആണെങ്കിൽ അതെന്തായിരിക്കും, ബയോളജിക്കലി ഈക്വൽ ആയിരിക്കും. സോ അതിനാണ് നമ്മൾ ബയോ ഇക്വാലൻസ് എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ്, ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് അബ്സോർപ്ഷൻ്റെ കാര്യമാണ്. ഇനി അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡ്രഗ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ബ്ലഡ് അല്ലേ, ബ്ലഡിലൂടെ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇനി സോ VD വിൽ ബി ഈക്വൽ ടു X/C ആണ്, വേർ X ഇസ് ഈക്വൽ ടു ഡോസ് അഡ്മിനിസ്റ്റേർഡ് ആൻഡ് C ഈസ് ദ പ്ലാസ്മ കോൺസെൻട്രേഷൻ. സോ ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് ഈ ഇക്വേഷൻ വെച്ചിട്ട്. സോ ഇത് നിങ്ങൾ നോക്കി വെക്കാം. നെക്സ്റ്റ് ഫാക്ടേഴ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നുള്ളത്? ലിപ്പിഡ് സോലിബിലിറ്റി ഉണ്ട്, ഡ്രഗ് അയണൈസേഷൻ, പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ്, ഡിസീസ് സ്റ്റേറ്റ്, ബ്ലഡ് ഫ്ലോ, ബ്ലഡ് മാസ് ആൻഡ് പ്രഗ്നൻസി. ഇനി എന്താണ് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിംഗ് എന്ന് പറഞ്ഞാൽ? പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ഇറ്റ്സ് എൻ അഫിനിറ്റി ഡ്രഗ് ടു ബൈൻഡ് ടു പ്ലാസ്മ പ്രോട്ടീൻ അല്ലേ. പ്ലാസ്മ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യുന്ന നമ്മൾ പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിംഗ് എന്ന് പറയുന്നത്. സോ അപ്പം അസിഡിക് ഡ്രഗ് ആണെങ്കിൽ മെയിൻലി ആൽബുമിൻ ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. അതായത് ബേസിക് ഡ്രഗ് ആണെങ്കിൽ α1 ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഇഫ് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ഹൈ ആണെങ്കിൽ അവിടെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കുറവായിരിക്കും അല്ലേ. കാരണം വെച്ചാൽ നമ്മൾ ഒരു മോളിക്യൂളിലേക്ക് എന്താണ് അവിടെ പ്ലാസ്മ പ്രോട്ടീൻ അങ്ങനെ ഒരു ബൈൻഡിങ് കൂടെ വരികയാണ്. അപ്പോൾ അവർ സൈസ് ഇൻക്രീസ് ചെയ്തു അല്ലേ, അങ്ങനെ ആലോചിക്കുക. അപ്പോൾ എന്തായിരിക്കും, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, കുറയും. അത് നമുക്ക് ഈസി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കുറച്ച് നമ്മൾ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓടി നടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തന്നെ ആലോചിക്കുക. അതായത് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് വരികയാണെങ്കിൽ എന്തായിരിക്കും, അവിടെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡ്രഗ്. ഓക്കെ, അതാണ് ഇതിൻ്റെ വേറൊരു സിഗ്നിഫിക്കൻസ്. നമുക്ക് സ്റ്റോറേജ് ഓഫ് ഡ്രഗ് പോസിബിൾ ആണ് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് വരുമ്പോൾ. ഇനി ഹൈ PPB ആണെങ്കിൽ അത് ഹൈ പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ആണെങ്കിൽ ലോങ് ആക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീൻ? ആൽബുമിൻ. സോ ആൽബുമിൻ ആണെങ്കിൽ ഏതൊക്കെ ഡ്രഗാണ് ബൈൻഡ് ചെയ്യുന്നത്?
ആൽബുമിൻ ആണെങ്കിൽ അസിഡിക് ഡ്രഗ്, ഫോർ എക്സാമ്പിൾ NSAIDs വരുന്നുണ്ട്, ബെൻസോഡൈസെപ്പീൻസ്, ഫിനിറ്റോയിൻ, പെൻസിലിൻ, വാർഫാറിൻ, സൾഫണമൈഡ്സ്, ബാർബിറ്റുറിൻ, സാലിസിലിൻ. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഈ ക്വസ്റ്റൻ അല്ലാണ്ട് ചിലപ്പം എന്തൊക്കെയാണ് അസിഡിക് ഡ്രഗ് എന്നുള്ള രീതിയിലും വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പേരുകൾ എന്തൊക്കെയാണ് അസിഡിക് ഡ്രഗ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം അറിയുന്നതായിരിക്കും. കുറേ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ മെഡിസിനൽ കെമിസ്ട്രി ഇതിലൊക്കെ പഠിച്ചതല്ലേ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് മേ ബി അറിയുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഇതൊക്കെ നോക്കി വെക്കുക എന്തൊക്കെയാണ് അസിഡിക് ഡ്രഗ്. ഇനി ബേസിക് ഡ്രഗ് അതിൽ ബൈൻഡ് ചെയ്യുന്നതാണ് ആൽഫ ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ ആണ് പ്ലാസ്മ പ്രോട്ടീൻ വരുന്നത്. സോ അതിൽ വരുന്നതാണ് ബേസിക് ഡ്രഗ് ആണ് വരുന്നത്. ഏതൊക്കെയാണ് ബീറ്റ ബ്ലോക്കേഴ്സ്, ലിഡോക്കെയിൻ, ബ്യൂപ്പിവാക്കെയിൻ, പ്രാസോസിൻ, ക്വിനിഡിൻ, ഇമിപ്രാമിൻ, മെത്തഡോൺ ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ ലിപ്പോപ്രോട്ടീൻ. ലിപ്പോപ്രോട്ടീൻസ് ആണെങ്കിൽ ബേസിക് ലിപ്പോഫിലിക് ഡ്രഗ് ആണ് വരുന്നത്. ആൻഡ് ആൽഫ 1 ഗ്ലോബിലാണെങ്കിൽ സ്റ്റിറോയിഡ്സ്, ആൽഫ 2 ഗ്ലോബിലാണെങ്കിൽ വിറ്റാമിൻ A, D, E, K ആൻഡ് കുപ്രിക് അയൺ. Next one is metabolism. Metabolism means chemical alteration of drug in the body. Okay, drug in the chemical alteration ആണ് ബോഡിയിലുള്ള, അതായത് നോൺ പോളാർ ചിലപ്പം നോൺ പോളറായിട്ട് കൺവേർട്ട് ചെയ്യും. സോ എന്തിനു വേണ്ടത് എക്സ്ക്രീഷന് വേണ്ടിയിട്ടത്. ഓക്കെ, അത് പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത് ലിവർ, പിന്നെ ലങ്സ്, കിഡ്നി, പ്ലാസ്മ, ഇവിടെയൊക്കെയാണ് മെയിൻലി വരുന്നത്. സോ ബയോ ട്രാൻസ്ഫോർമേഷനിൽ 3 കാര്യങ്ങളാണ് മെയിൻലി നടക്കുന്നത്. ഒന്നെങ്കിൽ ഇനാക്ടിവേഷൻ, അല്ലെങ്കിൽ ആക്ടിവേഷൻ ഓഫ് ദി ഇനാക്റ്റീവ് ഡ്രഗ്, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ആക്റ്റീവ് മെറ്റബോളൈറ്റ്. ഓക്കെ, ഇനി സോ എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ബയോ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുന്നത്. സോ phase 1 ഉണ്ട്, phase 2 ഉണ്ട്. phase 1 എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് നോൺ സിന്തറ്റിക്. സോ നോൺ സിന്തറ്റിക്കിൽ കുറേ ടൈപ്സ് വരുന്നുണ്ട്. സോ അത് ആലോചിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു സിമ്പിൾ ഒരു മെത്തേഡ് ഉണ്ട്, ട്രിക്ക് ഉണ്ട്. അതായത് ഓർക്കിഡ് നൽകണം, ഓർക്കിഡ് അല്ല ഓർക്കിഡ്. ഓക്കെ, സോ O for oxidation, R for reduction, and C for cyclization, and H for hydrolysis, and D for decyclization. ഓക്കെ, അതിൽ ഓക്സിഡേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഇനി phase 2 ആണെങ്കിൽ അതിൽ വരുന്ന 3G മാസ്ക് എന്നാലോചിക്കുക. ഓക്കെ, 3G മാസ്ക്. സോ അതിലെന്തൊക്കെയാണ് വരുന്നത്? 3G വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഗ്ലൂക്കോറോണൈഡ് കോൺജുഗേഷൻ, ഗ്ലൈസീൻ ആൻഡ് ഗ്ലൂട്ടാത്തിയോൺ, പിന്നെ മിഥൈലേഷൻ, അസെറ്റിലേഷൻ, ഓക്കെ, ആൻഡ് സൾഫേറ്റ് കോൺജുഗേഷൻ ആണ് വരുന്നത്. സോ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതായിരിക്കും? ഗ്ലൂക്കോറോണൈഡ് കോൺജുഗേഷൻ ആണ്. അടുത്ത കുറച്ച് എക്സാമ്പിൾസ് ആണ് നോൺ സിന്തറ്റിക് റിയാക്ഷൻ ആൻഡ് സിന്തറ്റിക് റിയാക്ഷൻ. നോൺ സിന്തറ്റിക് എന്ന് പറയുന്നത് റിയാക്ഷൻ ആയിരുന്നു phase 1 റിയാക്ഷൻ ആണ് നമ്മൾ നോൺ സിന്തറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് phase 2 ആണ് സിന്തറ്റിക്. അപ്പം നോൺ സിന്തറ്റിക് ഒരു എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ അല്ലേ. അപ്പോൾ അതിൽ ഓക്സിഡേഷൻ എക്സാമ്പിൾ വരുന്നത് ഫീനോബാർബിറ്റോൺ, ഫിനിറ്റോയിൻ, ഫീനോ ആൻഡ് ഫീനോബാർബിറ്റോൺ ആൻഡ് ഫിനിറ്റോയിൻ, അങ്ങനെ ആലോചിക്കുക. ഇനി റിഡക്ഷൻ ആണെങ്കിൽ ക്ലോറാം ഫിനിക്കോൾ, ആൻഡ് സൈക്ലൈസേഷൻ ആണെങ്കിൽ പ്രൊഗ്വാനിൽ, ഹൈഡ്രോളിസിസ് ആണെങ്കിൽ എന്തായിരിക്കും? ലോക്കൽ അനസ്തെറ്റിക്, ആൻഡ് ഡീസൈക്ലൈസേഷൻ ആണെങ്കിൽ ഫിനിറ്റോയിൻ. ഇനി സിന്തറ്റിക് റിയാക്ഷൻ ആണെങ്കിൽ എന്തൊക്കെയാണ്? ഗ്ലൂക്കോറോണൈഡ് കോൺജുഗേഷൻ, ഇതിലാണ് ആസ്പിരിൻ, ഗ്ലൈസിൻ കോൺജുഗേഷൻ ആണെങ്കിൽ സാലിസിലേറ്റ് കോമ്പൗണ്ട്, ഗ്ലൂട്ടാത്തിയോൺ ആണെങ്കിൽ ഏതൊക്കെയാണ്? PCM വരുന്നുണ്ട്, അസെറ്റിലേഷൻ ആണെങ്കിൽ PAS ആൻഡ് ഐസോനിയാസിൻ, ആൻഡ് മിഥൈലേഷൻ ആണെങ്കിൽ ഹിസ്റ്റമിൻ, അഡ്രിനാലിൻ, സൾഫേറ്റ് കോൺജുഗേഷൻ ആണെങ്കിൽ 6 steroids. Then what are the enzyme involved in this process? സോ 2 എൻസൈമാണ് മെയിൻലി ഇൻവോൾവ് ആയിരിക്കുന്നത്. മൈക്രോസോമൽ എൻസൈമും ഉണ്ടായിരിക്കും ആൻഡ് നോൺ മൈക്രോസോമൽ എൻസൈമും പ്രസന്റ് ആയിരിക്കും. സോ മൈക്രോസോമൽ എൻസൈം എവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? സ്മൂത്ത് ER, അതായത് SER, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന്. നോൺ മൈക്രോസോമൽ എൻസൈം ആണെങ്കിൽ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയ. ഓക്കെ, സോ എന്തൊക്കെയാണ് ഈ മൈക്രോസോമൽ എൻസൈം? CYP450 മോണോ ഓക്സിജനേസ് ആൻഡ് CY3A4, ഇതാണ് കോമൺ ആയിട്ടുള്ളത്. ഓക്കെ, CY3A4 ഇസ് കോമൺ. സോ ഇത് എവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? phase 1 ആൻഡ് ഗ്ലൂക്കോറോണൈഡ് കോൺജുഗേഷനിലാണ് യൂസ് ചെയ്യുന്നത്. phase 1 പ്ലസ് ഗ്ലൂക്കോറോണൈഡ് കോൺജുഗേഷൻ വിച്ച് ഇസ് പ്രസന്റ് phase 2 അല്ലേ. ഓക്കെ, ഇനി അടുത്തതാണ് നോൺ മൈക്രോസോമൽ. അതിന് എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? എസ്റ്ററേസ്, അമിഡേസ്, കോൺജുഗേസ്. സോ അത് എവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? phase 2 എക്സെപ്റ്റ് എന്ത്? ഗ്ലൂക്കോറോണൈഡ് കോൺജുഗേഷൻ. ഓക്കെ, ഇനി കുറച്ച് എൻസൈം ഇൻഡ്യൂസർ ഡ്രഗ്സും എൻസൈം ഇൻഹിബിറ്റർ ഡ്രഗ്സും ആണ്. എൻസൈം ഇൻഡ്യൂസർ ഡ്രഗിന് ആലോചിക്കേണ്ട 2G പാരീസ് എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ 2G ഉണ്ട് അല്ലേ. ഗ്ലിസിയോഫൾവിൻ ഉണ്ട്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും ഉണ്ട്, ആൻഡ് P എന്തൊക്കെയാണ്? ഫിനിറ്റോയിൻ ഉണ്ട്, ആൻഡ് ഫിനൽ ബ്യൂട്ടസോൺ ഉണ്ട്, ആൽക്കഹോൾ, പിന്നെ റിഫാംബിൻ ആൻഡ് സ്മോക്കിംഗ് എന്താണ്? എൻസൈം ഇൻഡ്യൂസർ. അതേപോലെ തന്നെ കുറച്ച് എൻസൈം ഇൻഹിബിറ്റർ ഡ്രഗ്സും ഉണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് വെക്കണം.
ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പ്രോഡ്രഗ്. സോ എന്താണ് പ്രോഡ്രഗ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് നമ്മൾ ഡ്രഗ് പ്രോഡ്രഗ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ബോഡിയിൽ എത്തുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും, ആക്റ്റീവ് ഫോമിലേക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. സോ പ്രോഡ്രഗ് എന്തായിരിക്കും, അത് ഇനാക്റ്റീവ് ഫോം ആയിരിക്കും. അത് ബോഡിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് എന്തായിട്ട് മാറും, ആക്റ്റീവ് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. സോ ഫസ്റ്റ് വൺ സൾഫാ സാലിസിലിൻ. അതിൻ്റെ ആക്റ്റീവ് ഫോം എന്താണ്, 5-അമിനോ സാലിസിലിക് ആസിഡ്. ലീവോഡോപ്പ ആണെങ്കിൽ ഡോപ്പമിൻ, ടൈക്ലോപിഡിൻ ആണെങ്കിൽ തയോളാണ്, അസൈക്ലോവിർ ആണെങ്കിൽ അസൈക്ലോവിർ ട്രൈഫോസ്ഫേറ്റ്, ഇനലാപ്രിൽ ആണെങ്കിൽ ഇനലാപ്രിലേറ്റ്, ആൽഫ മീതൽ ഡോപ്പ ആണെങ്കിൽ എന്തായിരിക്കും, ആൽഫ മീതൽ നോറിഫ്രിൻ, ആൻഡ് ബെക്കാംബിസിൽ ആണെങ്കിൽ ആംബിസിലിൻ, പ്രെഡ്നിസലോൺ ആണെങ്കിൽ പ്രെഡ്നിസലോൺ, ആൻഡ് പ്രൊഗ്വാനിൽ ആണെങ്കിൽ സൈക്ലോഗ്വാനിൽ. ഓക്കെ, ദെൻ ഡ്രഗ് വിത്ത് ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ആണ്. ഏതൊക്കെയാണ് ഫസ്റ്റ് ഹൈ ആയിട്ടുള്ള ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഡ്രഗ്സിനെ കുറച്ച് എക്സാമ്പിൾ, പ്രൊപ്പനോൾ, വെരാപ്പമിൽ, സാൽബ്യൂട്ടമോൾ, ഐസോപ്രനാലിൻ ആൻഡ് നൈട്രോഗ്ലിസറിൻ, മീഥൈൽ ടെസ്റ്റോസ്റ്റിറോൺ, ഹൈഡ്രോകോർട്ടിസോൺ, ആൽപ്രിനോൾ ആൻഡ് പെത്തിഡിൻ. സോ ഇതാണ് ഡ്രഗ് വിത്ത് ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം. ഓക്കെ, സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് GPAT പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ ജനറൽ ഫാർമക്കോളജിയിലെ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് MCQയിൽ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇനി ഇതിൽ കൂടാണ്ട് എന്തെങ്കിലും ടോപ്പിക്സ് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് MCQയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഈ ഡ്രഗ്സ് പേരുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഇപ്പം സോ ഈ ഡ്രഗ്സിൻ്റെ പേരുകളൊക്കെ നിങ്ങൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എന്തായാലും ആലോചിച്ച് വെക്കണം. നെക്സ്റ്റ് വൺ ഇസ് എസ്ക്രീഷൻ. സോ അതിൽ എന്തൊക്കെയാണ്, യൂറിൻ, ഫീക്കസ് അല്ലെങ്കിൽ എക്സെയിൽഡ് ഹെയർ, സലൈവ, സ്വെറ്റ്, മിൽക്ക് ഒക്കെ ആയിട്ടാണ് നമ്മൾ മെയിൻലി ഡ്രഗ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം വീക്ക്ലി ബേസിക് ഡ്രഗ് ആണെങ്കിൽ ഫാസ്റ്റർ എക്സ്ക്രീഷൻ ആയിരിക്കും, യൂറിനിൽ ഫാസ്റ്റർ ആയിട്ട് ഈ വീക്ക്ലി ബേസിക് ഡ്രഗ് എക്സ്ക്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ ഇസ് ക്ലിയറൻസ്. സോ ക്ലിയറൻസ് എന്തായിരിക്കും, തിയറട്ടിക്കൽ വോളിയം ഓഫ് പ്ലാസ്മ ഫ്രം വിച്ച് ദ ഡ്രഗ് ഇസ് കംപ്ലീറ്റ്ലി റിമൂവ്ഡ് അല്ലേ. അതായത് ഡ്രഗ് റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലിയറൻസ് പറയുന്നത്. അതായത് സോ ക്ലിയറൻസ് വിൽ ബി ഈക്വൽ ടു എലിമിനേഷൻ റേറ്റ് ബൈ പ്ലാസ്മ കോൺസെൻട്രേഷൻ. ഇനി എന്താണ് പ്ലാസ്മ ഹാഫ് ലൈഫ് പറഞ്ഞാൽ, T half will be equal to 0.693 into VD/CL. സോ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. നൗ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് കേട്ടത്. ഓക്കെ, സോ സീറോ ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ ആലോചിക്കണം. ഫസ്റ്റ് വൺ ഇസ് കോൺസ്റ്റന്റ് എമൗണ്ട് ഡ്രഗ് ഇസ് എലിമിനേറ്റഡ്. ഓക്കെ, എലിമിനേറ്റ് ചെയ്ത ഡ്രഗിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും, കോൺസ്റ്റന്റ് എമൗണ്ട് ആയിരിക്കും. ഇവിടെ ആണെങ്കിലോ കോൺസ്റ്റന്റ് ഫ്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, കോൺസ്റ്റന്റ് ഫ്രാക്ഷൻ ഓഫ് ഡ്രഗ് വിൽ ബി എലിമിനേറ്റഡ്. ഇവിടെ കോൺസ്റ്റന്റ് എമൗണ്ട് ഡ്രഗ് വിൽ ബി എലിമിനേറ്റഡ്. ഇനി റേറ്റ് ഓഫ് എലിമിനേഷൻ ഇൻഡിപെൻഡൻറ്റ് ഓൺ ദി പ്ലാസ്മ കോൺസെൻട്രേഷൻ. ഓക്കെ, പ്ലാസ്മ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എലിമിനേഷൻ റേറ്റിൽ ഡിപ്പെൻഡ്. സോ ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം കേട്ടോ. ഈ ഹൈലൈറ്റ് ചെയ്തത് CL ക്ലിയറൻസ് വിൽ ബി ഡയറക്റ്റ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്ലാസ്മ കോൺസെൻട്രേഷൻ ആണ്. ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഇനി T ഹാഫ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്ലാസ്മ കോൺസെൻട്രേഷൻ. ഇവിടെ ആണെങ്കിൽ T ഹാഫ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ ഗ്രാഫാണെങ്കിൽ സീറോ ഓർഡർ ആണെങ്കിൽ എന്തായിരിക്കും, സ്റ്റീപ്പ് ലൈൻ ആയിരിക്കും ഗ്രാഫ്, ആൻഡ് ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ യു ഷേപ്ഡ് ഗ്രാഫ് ആയിരിക്കും പ്രസന്റ് ആയിരിക്കുക. നെക്സ്റ്റ് വൺ ഇസ് ഡ്രഗ് വിച്ച് ഫോളോ സീറോ ഓർഡർ കൈനറ്റിക്സ്. എന്തൊക്കെയാണ്, 0 വാട്ട് പവർ എന്നാലോചിക്കുക നിങ്ങൾ. ട്രിക്കാണ്. സോ ട്രിക്ക് ദറ്റ് ഇസ് ട്രിക്കാണ് എന്താണ്, സോ ഇതിനാണ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ 0 വാട്ട് പവർ. 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 0 ഓർഡർ, ആൻഡ് വാട്ടിലുള്ള W വരുന്നതാണ്, W എന്ന് പറഞ്ഞത് വാർഫറിനാണ്, A എന്ന് പറഞ്ഞത് ആൽക്കഹോൾ, ആൻഡ് T പറഞ്ഞതാണ് തിയോഫൈലിൻ. ഓക്കെ, ആൻഡ് P എന്ന് പറയുന്നത് ഫെനിറ്റോയിനാണ് വരുന്നത്. സോ അതാണ് ഡ്രഗ് ഫോളോയിങ് സീറോ ഓർഡർ കൈനറ്റിക് ഫോളോ ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഇതൊക്കെ. ഇനി 90% ഓഫ് ഡ്രഗ്സ് അതർ ഡ്രഗ്സ് ഒക്കെ എന്തായിരിക്കും, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും ഫോളോ ചെയ്യുക. സോ ഈ ഡ്രഗ്സ് ഒക്കെയാണ് എന്ത് ഫോളോ ചെയ്യുന്നത്, സീറോ ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ഡ്രഗ്സും ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. Next one is repeated dose administration. So steady state achieved after 5 half-life. Okay, 5 half-life കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്നത്. ഇനി ലോഡിംഗ് ഡോസ് എന്ന് എന്തായിരിക്കും, സ്റ്റാർട്ടിംഗ് ഡോസ് അല്ലേ. നമ്മൾ ഡ്രഗ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഡോസ് നമ്മൾ ലോഡിംഗ് ഡോസ് എന്ന് പറയാം. അപ്പോൾ ഈ ലോഡിംഗ് ഡോസ് കഴിഞ്ഞിട്ട് ഒരു 5 ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ടാണ് എന്ത് അച്ചീവ് ചെയ്യുക, സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മെയിൻ്റനൻസ് ഡോസ്, അതായത് സ്മോൾ ഡോസ് ടു മെയിൻറ്റെയിൻ പ്ലാസ്മ കോൺസെൻട്രേഷൻ. സോ അതായത് നമ്മൾ പ്ലാസ്മ കോൺസെൻട്രേഷനിൽ ഡ്രഗിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡോസിനാണ് നമ്മൾ എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഡോസ് ആണത്. So T half and elimination rate graph, T half and elimination rate. So
1 ടി ഹാഫിൽ 50% ഡ്രഗ് ആയിരിക്കും എലിമിനേറ്റ് ചെയ്യുക. ഇനി സെക്കൻഡ് ടി ഹാഫ് ആണെങ്കിൽ എന്തായിരിക്കും 75%. തേർഡ് ടി ഹാഫ് എത്തുമ്പോഴത്തേക്കും 87.5 ആയിട്ട് മാറും. ഇനി ഫോർത്ത് ടി ഹാഫ് ആകുമ്പോൾ എലിമിനേഷൻ റേറ്റ് എത്രയായിട്ട് മാറും 93.7. ഫിഫ്ത്ത് ടി ഹാഫ് ആകുമ്പോൾ എന്തായിരിക്കും 96.8%. ഓക്കെ. So next we can move on to our next topic, that is pharmacodynamics. So എന്താണ് pharmacodynamics എന്ന് പറഞ്ഞാൽ what the drug does to the body. ഓക്കെ. സോ അതിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് നോക്കുന്നുണ്ട്, മെക്കാനിസം ഓഫ് ആക്ഷൻസ് നോക്കുന്നുണ്ട്, ആൻഡ് ADR. ഓക്കെ. സോ ഇതാണ് ഫാർമക്കോഡൈനാമിക്സിൽ ഉൾപ്പെടുന്നത്. സോ അതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ സ്റ്റിമുലേഷൻ. സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക അല്ലേ? എന്തൊക്കെയാണ് വരുന്നത്? പൈലോകാർപ്പിൻ വരുന്നുണ്ട്, പാരാസിമ്പത്തോമൈമെറ്റിക് ഏജൻസ് വരുന്നുണ്ട്. ഇനി ഡിപ്രഷൻ ആണ് എന്തായിരിക്കും? ആക്ടിവിറ്റി കുറയ്ക്കുക. ഇത് എക്സാമ്പിൾ വരുന്നത് അനസ്തേഷ്യ. ഓക്കെ, ആക്ടിവിറ്റി കുറയ്ക്കും. ഇനി ഇറിറ്റേഷൻ ആണ് എന്തായിരിക്കും? നോക്സിയസ് ഇഫക്റ്റ് ആണ് തരുന്നത്. ഇനി റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ റീപ്ലേസിങ് ദ നാച്ചുറൽ സബ്സ്റ്റൻസ്. ഓക്കെ, നാച്ചുറൽ സബ്സ്റ്റൻസ് റീപ്ലേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലീവോഡോപ്പ എന്ത് റീപ്ലേസ് ചെയ്യുന്നത്? ഡോപ്പമിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഓഫ് പാർക്കിൻസോണിസത്തിൽ ലീവോഡോപ്പ എന്ത് ചെയ്യുന്നുണ്ട്? ഡോപ്പമിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ടാർഗറ്റ് ഓഫ് ഡ്രഗ് ആക്ഷൻ. സോ എന്തൊക്കെയാണ് ടാർഗറ്റ് ഡ്രഗ് ആക്ഷൻ്റെ? ഒന്ന് എൻസൈം ആയിരിക്കാം, അയോൺ ചാനൽസ് ആയിരിക്കാം, ട്രാൻസ്പോർട്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റിസപ്റ്റർ ആയിരിക്കാം. ഓക്കെ. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് നോൺ റിസപ്റ്റർ ആക്ഷൻ ഉണ്ട്, റിസപ്റ്റർ ആക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നോൺ റിസപ്റ്റർ ആക്ഷൻ എന്ന് വരുന്നതാണ് ഫിസിക്കൽ ആണെങ്കിൽ സെപ്പറേഷൻ ഉണ്ടായിരിക്കും, അഡ്സോർപ്ഷൻ ഉണ്ടായിരിക്കും, ഓസ്മോസിസ് ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് വരുന്നത്? കോളിസ്റ്റെറമീൻ, പാബായം, മെഗ്നീഷ്യം സൾഫേറ്റ്, ഡയൂറിറ്റിക് ഒക്കെ. ഇനി കെമിക്കൽ ആണെങ്കിൽ ന്യൂട്രലൈസേഷൻ, കോംപ്ലക്സേഷൻ, ഓക്സിഡേഷൻ ഒക്കെ. ഇനി അതിന് എക്സാമ്പിൾ ഇത് എൻഡാസിഡ്, EDTA, KMNO4 ഒക്കെ. ഇനി എൻസൈമാറ്റിക് ആണെങ്കിൽ എന്തായിരിക്കും? കോമ്പിറ്റേറ്റീവ് ഉണ്ടായിരിക്കും, നോൺ കോമ്പിറ്റേറ്റീവ് ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ഫൈസോസ്റ്റിഗ്മിൻ, നിയോസ്റ്റിഗ്മിൻ, അലോപ്യൂരിനോൾ ഒക്കെ. ഇനി ചാനൽ ആൻഡ് ട്രാൻസ്പോർട്ടേഴ്സ്, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ ലോക്കൽ അനസ്തെറ്റിക്സ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റിസെപ്റ്റർ ആക്ഷൻസ്. ഇനി ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ക്ലിനിക്കൽ ട്രയൽ. സോ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ക്ലിനിക്കൽ ട്രയലിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ക്ലിനിക്കൽ ട്രയൽ. ജസ്റ്റ് ഈ ഒരു ടേബിൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ടേബിൾ പഠിച്ചാൽ മതി. സോ ഫസ്റ്റ് വൺ ഇസ് എന്തൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ നോക്കേണ്ടതെന്നാൽ എന്തിനാണ് നമ്മൾ ഓരോ ഫേസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഫേസും എന്തിനാണ് എന്നുള്ളത് പഠിക്കുക. ആൻഡ് എത്ര ഇൻഡിവിജ്വലാണ് ഓരോ ഫേസിലും യൂസ് ചെയ്യുന്നത്, എത്ര ഇൻഡിവിജ്വലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുള്ളത് പഠിക്കുക. അത്ര മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സോ ഫേസ് 1 ആണെങ്കിൽ സേഫ്റ്റി നമ്മൾ മെയിൻലി നോക്കുന്നത്. ഫേസ് 2 ആണെങ്കിൽ എഫിക്കസി. ഫേസ് 3 ആണെങ്കിൽ സേഫ്റ്റി ആൻഡ് എഫിക്കസി. ആൻഡ് 4 ആണെങ്കിൽ മാർക്കറ്റിംഗ് അക്സെപ്റ്റൻസ് ആണ്, അത് പോസ്റ്റ് മാർക്കറ്റിംഗ് ആണ് അല്ലേ. ഇനി അടുത്ത് ഇത് ഫേസ് 1 നടത്തുന്നത് ഹെൽത്തി ഇൻഡിവിജ്വൽ ആണ്, ഇതാണെങ്കിൽ ഡിസീസ് ഇൻഡിവിജ്വൽ ആണ് നടത്തുന്നത്. ഫേസ് 3 ആണെങ്കിൽ ഡിസീസ് പ്ലസ് പ്രഗ്നൻറ്റ് വുമണിലാണ് നടത്തുന്നത്. പിന്നെ 4 ആണെങ്കിൽ ഹ്യൂജ് പോപ്പുലേഷൻ ഇത് 20 to 100 ഇൻഡിവിജ്വൽ നടത്തുന്നത്. ഇത് 100 to 300, ഇത് 100 to 1000, ആൻഡ് ഇത് മോർ ദാൻ 1000 ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു റിസെപ്റ്റർ. ഓക്കെ, സോ ദ റിസെപ്റ്റർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോൺ ന്യൂപോർട്ട് ലാംഗ്ലി. ഓക്കെ, ജോൺ ന്യൂപോർട്ട് ലാംഗ്ലി ആണ് റിസെപ്റ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് ഇയർ ആണ്? 1878. ഇനി സോ വാട്ട് ഇസ് റിസെപ്റ്റർ? റിസെപ്റ്റർ ഇസ് ആക്ച്വലി ബൈൻഡിങ് സൈഡ് ലൊക്കേറ്റഡ് ഓൺ ദി സർഫസ് ഓർ ഇൻസൈഡ് ദി ഇഫക്റ്റർ സെൽ ബട്ട് ഇറ്റ് സെൽഫ് ഹാസ് നോ ആക്ഷൻ. ഓക്കെ, അതൊരു ബൈൻഡിങ് സൈറ്റ് ആണ്, സർഫസിലായിരിക്കും പ്രസന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസൈഡ് ആയിരിക്കും. ഓക്കെ, അത് ഇറ്റ് സെൽഫ് ഡസ് നോട്ട് ഹാവ് എനി ആക്ഷൻ. ഇനി ടൈപ്പ് ഓഫ് റിസെപ്റ്റർ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ മെക്കാനിസം വരുന്നുണ്ട്. അതാണ് അയോൺ ചാനൽ റിസെപ്റ്റർ, GPCR റിസെപ്റ്റർ, എൻസൈമാറ്റിക് റിസെപ്റ്റർ ആൻഡ് ന്യൂക്ലിയർ റിസെപ്റ്റർ. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആണെങ്കിൽ സെൽ സർഫസ് റിസെപ്റ്റർ, സൈറ്റോപ്ലാസ്മിക് റിസെപ്റ്റർ ആൻഡ് ഇൻട്രാ ന്യൂക്ലിയർ റിസെപ്റ്റർ. ബേസ്ഡ് ഓൺ ഫിസിയോളജിക്കൽ ഇഫക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? എന്ത്? ഫാർമക്കോളജിക്കൽ റിസെപ്റ്റർ, സൈലന്റ് റിസെപ്റ്റർ, ഓർഫൻ റിസെപ്റ്റർ ആൻഡ് സിനാപ്റ്റിക് റിസെപ്റ്റർ. ഓക്കെ, സോ എന്താണ് ലിഗാൻഡ് റിസെപ്റ്റർ എന്ന് പറയുന്നത്? സോ വാട്ട് ഇസ് ലിഗാൻഡ്? ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ലിഗാൻഡ് എന്ന് പറയുന്നത്. ഇനി now what is orphan receptor?
റിസപ്റ്റർ ഫോർ വിച്ച് നോ ലിഗാൻഡ് ഇസ് പ്രസൻറ്റ്, അതായത് നോ ലിഗാൻഡ് അല്ലെങ്കിൽ നോ എൻഡോജിനസ് സൈറ്റ് പ്രസൻറ്റ് അല്ലാത്തതിനാണ് നമ്മൾ എന്ത് പറയുക, ഓർഫൻ റിസപ്റ്റർ എന്ന് പറയാം. ഇനി സൈലൻറ്റ് റിസപ്റ്റർ എന്ന് പറയുന്നത് റിസപ്റ്റർ ടു വിച്ച് അഗണിസ്റ്റ് ബൈൻഡ് ബട്ട് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എ റെസ്പോൺസ്. ഓക്കെ, റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യില്ല, അതിന് നമ്മൾ സൈലൻ്റ് ആയിരിക്കുക. ഓക്കെ, അതാണ് സൈലൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും റെസ്പോൺസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല, അപ്പോൾ അതിനാണ് നമ്മൾ സൈലൻറ്റ് റിസപ്റ്റർ എന്ന് പറയുന്നത്. വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് റിസപ്റ്റർ, ദാറ്റ് ഇസ് ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ അല്ലെങ്കിൽ അയോൺ ചാനൽ റിസപ്റ്റർ. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു പെൻറ്റാമറിക് യൂണിറ്റ് ആയിരിക്കും അല്ലേ, രണ്ട് ആൽഫ യൂണിറ്റ് വരുന്നുണ്ട്, 2 ബീറ്റ യൂണിറ്റ് വരുന്നുണ്ട്, ഒരു ഗാമ യൂണിറ്റ് വരുന്നുണ്ട്. സോ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ICF ആയിരിക്കും, ആൻഡ് ഇവിടെയാണ് ECF വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്തുള്ള ഒരു വ്യൂ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്തുള്ള വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൽഫ യൂണിറ്റ് ഉണ്ട്, ബീറ്റ യൂണിറ്റ് ഉണ്ട്, ആൻഡ് ഗാമ യൂണിറ്റ് പ്രസന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇത് ഒരു പെൻറ്റാമറിക് സ്ട്രക്ചർ ആയിരിക്കും. ഇനി വെൻ Na+ അയോൺ എൻ്റർ ഡീപോളറൈസേഷൻ നടക്കും. ഓക്കെ, Na+ ആണ് എന്ത് ചെയ്യും, ഇതിലൂടെ എൻ്റർ ചെയ്യും. ഇത് എന്തായിരിക്കും, ഇത് ഇത് പോർസ് ആയിരിക്കും. ഓക്കെ, അയോൺ പോർസ് ആയിരിക്കും. സോ ഇതിലൂടെ Na+ അയോൺസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, ഒരു ഡീപോളറൈസേഷൻ നടക്കും. അങ്ങനെ EPSP പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ആസ് എ റിസൾട്ട് അവിടെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇതെന്ത് ഇങ്ങനെ നടക്കുന്നത് എന്ത് റിസപ്റ്ററിൻ്റെ കേസിലാണ്, NN റിസപ്റ്ററിൻ്റെ കേസിലാണ് Na+ എൻ്റർ ചെയ്യുന്നത്. ഇനിയിപ്പം ഗാബ റിസപ്റ്റർ ആണെങ്കിൽ എന്തായിരിക്കും, ഇതിലൂടെ എന്താ എൻ്റർ ചെയ്യുക, ഗാബ റിസപ്റ്റർ ആണെങ്കിൽ Cl- അയോൺ ആയിരിക്കും എൻ്റർ ചെയ്യുക. ആ സമയത്ത് എന്തായിരിക്കും നടക്കുക, ഹൈപ്പർ പോളറൈസേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും, ഡീപോളറൈസേഷൻ നടന്നത്. എന്ത് Na+ അയോൺ ആണെങ്കിൽ, Cl- ആണെങ്കിൽ ഹൈപ്പർ പോളറൈസേഷൻ നടക്കും. അങ്ങനെ എന്ത് ചെയ്യും, IPSP പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ടൈപ്പ് ഓഫ് ലിഗാൻഡ് ഗേറ്റഡ് റിസപ്റ്റർ ആണ്. എന്തൊക്കെയാണ് ടൈപ്പ് വരുന്നത്, NN വരുന്നുണ്ട്, NM ഉണ്ട്, 5HT3 ഉണ്ട്. സോ ഇതിലെന്തായിരിക്കും Na+ ആണ് എൻ്റർ ചെയ്യുന്നത്. ഗാബയിലാണെങ്കിൽ എന്താണ്, Cl-. ഓക്കെ, ഇവിടെ G അല്ലേ, അപ്പം C എന്നാലോചിക്കാം. ഇനി NMD ആണെങ്കിൽ എന്തായിരിക്കും, K+ ആണ് വരുന്നത്. ഇതൊരു ഫാസ്റ്റസ്റ്റ് ആക്ടിങ് റിസപ്റ്റർ ആണ്, അതായത് വിത്തിൻ മില്ലി സെക്കൻഡ് ഇവിടെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വെൻ ഡ്രഗ് ബൈൻഡ് ചാനൽ ഓപ്പൺ ചെയ്യും, അങ്ങനെയാണ് അയോൺസ് ഫ്ലോ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് നമ്മുടെ റിസപ്റ്ററിലേക്ക് ഡ്രഗ് ബൈൻഡ് ചെയ്തു. ഓക്കെ, ഡ്രഗ് എന്ത് ചെയ്തു, റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോഴ്സ് ഓപ്പൺ ആവും. അങ്ങനെ ഡ്രഗ് ഉകത്തേക്ക് എൻ്റർ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഡ്രഗ് ബൈൻഡ് ചെയ്തു, നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തു, അങ്ങനെ അയോൺസ് ഫ്ലോ ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഗാബ റിസപ്റ്റർ ഉണ്ട്, അതേപോലെ ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്റർ ഉണ്ട് അല്ലേ. സോ അതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ബ്രെയിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ബ്രെയിൻ റിസപ്റ്റർ എന്താണ്, ഗാബ റിസപ്റ്റർ ആണ്. ഇനി അതേപോലെ ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്റർ എന്താണ്, NMDA റിസപ്റ്റർ ആണ്. സോ ഇതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത് കേട്ടോ. ഇനി ജംഗ്ഷൻ ഓഫ് രണ്ട് നെർവ്സിൻ്റെ ജംഗ്ഷനിലുള്ള റിസപ്റ്റർ എന്താണ്, NN റിസപ്റ്റേഴ്സ് ആണ്. ഇനി ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ആണ് എന്തായിരിക്കും, NM ആയിരിക്കും. സോ രണ്ട് നെർവ്സ് എന്ന് പറയുന്നത്, അപ്പോൾ NN. സോ രണ്ടെണ്ണുണ്ട് നെർവ്സ്, NN, അതാണ് NN വരുന്നത്. ഇനി ന്യൂറോ മസ്കുലർ എന്ന് പറയുമ്പോൾ NM. സോ ഏത് റിസപ്റ്റർ ആയിരിക്കും മനസ്സിലായിരിക്കുക, NM റിസപ്റ്റർ. ഇനി ഫാസ്റ്റ് ആക്ടിങ് സെറട്ടോൺ റിസപ്റ്റർ എന്തായിരിക്കും, 5HT3 റിസപ്റ്റർ ആണ്. സെറട്ടോണിൻ അല്ലേ, സോ സെറട്ടോണിൻ എന്തായിരിക്കും, സെറട്ടോണിൻ ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് 5HT3 റിസപ്റ്റർ ആയിരിക്കും. ഓക്കെ, so that is about ion channel receptor. Then next one is GPCR receptor. So it is an important question, that is what is the G in GPCR? So it is an important question. Okay, that is G means guanine. ഓക്കെ, സോ ഇതിന് ഒരുപാട് പേര് വരുന്നുണ്ട്. എന്തൊക്കെയാണ്, 7T റിസപ്റ്റർ എന്ന് പറയുന്നുണ്ട്, ഹെപ്റ്റാലിക്കൽ റിസപ്റ്റർ എന്ന് പറയുന്നുണ്ട്, സെർപെൻറ്റൻ റിസപ്റ്റർ എന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ മെറ്റബോട്രോപ്പിക് റിസപ്റ്റർ എന്ന് പറയുന്നുണ്ട്. ഇത് എവിടെയായിരിക്കും പ്രസന്റ് ആയിരിക്കുക, സെൽ സർഫസിലായിരിക്കും പ്രസന്റ് ആയിരിക്കുക. ഇനി ഇതിൻ്റെ ആക്ഷൻ വിത്തിൻ സെക്കൻഡ് ഇതിൽ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം.